Hi guys, welcome back to Candela Study Circle. So, we will session discuss Indian Army, Agniveer GD, Tradesman, Women Military Police, എന്നീ തസ്തികകളിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ സെറ്റ് 5ലാണ് ഇപ്പോൾ ഉള്ളത്. സെറ്റ് 5ലെ മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് മെൻ്റലബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ എ വില്ലേജ് ഈസ് 5:3. ഇഫ് ദർ ആർ 800 മെയിൽസ് ഇൻ ദ വില്ലേജ് ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വില്ലേജിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും റേഷ്യോ 5:3 ആണ്, മെയിൽ ഫീമെയിൽ. അതിൽ നിലവിൽ 800 പുരുഷന്മാർ അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 488, ഓപ്ഷൻ ബി 840, ഓപ്ഷൻ സി 240, ഓപ്ഷൻ ഡി 480. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് 5 ഭാഗം 800 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 3 ഭാഗം എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 ഹരിക്കണം 5 ചെയ്തിട്ട് നമുക്കൊരു ഭാഗം കിട്ടും. ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഫീമെയിൽ ആണെന്ന് കിട്ടും. ജസ്റ്റ് നമുക്ക് 800നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 160 കിട്ടും. 160 ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 480 കിട്ടും. അപ്പോൾ ഈ ഒരു വില്ലേജിലുള്ള സ്ത്രീകളുടെ എണ്ണം 480 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 480. അടുത്ത ചോദ്യം, ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 7 സെൻറ്റിമീറ്റർ ദെൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ. അപ്പം ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 161 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 636 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 116 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആൻസർ തന്നിട്ടുള്ളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് സെൻറ്റിമീറ്റർ വെച്ചിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പം ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു 4πr² ആണ്. സോ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് കൊടുക്കുക. 4 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്ക് 22/7 കൊടുത്താൽ മതി, എന്നെങ്കിലേ കട്ട് ചെയ്ത് പോവുള്ളൂ. 22/7 ഇൻറ്റു റേഡിയസ് 7 ആണ്. 7 ഇൻറ്റു 7 കൊടുക്കുക, 49 കൊടുക്കേണ്ട. 7 ഇൻറ്റു 7 കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 7 കട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഉള്ളത് 4 ഇൻറ്റു 22, 22 ഇൻറ്റു 7, അതായത് 4 ഇൻറ്റു 22 എന്ന് പറഞ്ഞെങ്കിൽ 88 ആണ്. 88 ഇൻറ്റു 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 616 ആണ്. അപ്പോൾ 616 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് 7 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. ഓപ്ഷൻ ഡി ആണ് ശരിത്തരം, 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം, ദ സം ഓഫ് എനി 2 നമ്പേഴ്സ് ഈസ് 25 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 13. ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സം ഓഫ് 2 നമ്പേഴ്സ് 25, അതായത് ഏതെങ്കിലും 2 സംഖ്യ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് 25 ആണെന്ന് പറയാം. ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 13, അതായത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 13. അങ്ങനെയെങ്കിൽ നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12, 13, ഓപ്ഷൻ ബി 21, 4, ഓപ്ഷൻ സി 14, 11, ഓപ്ഷൻ ഡി 19, 6. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് മാനുവലായിട്ട് ചെയ്തും നോക്കാം, ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നത് സം ഓഫ് എനി 2 നമ്പേഴ്സ് ഇസ് 25. അപ്പം എല്ലാത്തിൻ്റെയും സമ്മ് 25 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് 13 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 സംഖ്യകളുടെ ഡിഫറൻസ്, അപ്പോൾ 12ഉം 13 ആണെങ്കിൽ ഡിഫറൻസ് ഒരിക്കലും 13 വരത്തില്ല. 21ഉം 4 ആണെങ്കിലും ഡിഫറൻസ് 13 വരത്തില്ല. 14ഉം 11 ആണെങ്കിലും ഡിഫറൻസ് 13 വരത്തില്ല. 19ഉം 6 ആണെങ്കിൽ ഡിഫറൻസ് 13 ആണ് വരിക. അപ്പം ആൻസർ ഓപ്ഷൻ ഡി 19ഉം 16 ആണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്ത് നോക്കണം. അതായത് ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. 1 - 2 ചെയ്യാം, അതായത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 25 - 13 എന്ന് പറഞ്ഞെങ്കിൽ 12 ആണ്. ദെൻ ഇത് സോൾവ് ചെയ്യുക. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. ഇവിടെ പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ട്. ദെൻ 2y ഈസ് ഈക്വൽ ടു 12. ദെൻ y ഈസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടും. അപ്പം വൈയുടെ വാല്യൂ 6 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ
സോ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഈ ഒരു വാല്യൂയിൽ കൊടുത്താൽ മതി. പിന്നെ എക്സ് പ്ലസ് വൈ ഈക്വൽ 25 ആണ്. അങ്ങനെയെങ്കിൽ 25 മൈനസ് 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വില കിട്ടും, ദാറ്റ് ഇസ് 19. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷനിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ LCM ഓഫ് 8, 10, 15, 16 ആൻഡ് 20. അപ്പം 8-ൻ്റെയും 10-ൻ്റെയും 15-ൻ്റെയും 16-ൻ്റെയും 20-ൻ്റെയും LCM എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 260, ഓപ്ഷൻ ബി 250, ഓപ്ഷൻ സി 220, ഓപ്ഷൻ ഡി 240. അപ്പം 8-ൻ്റെയും 10-ൻ്റെയും 15-ൻ്റെയും 16-ൻ്റെയും 20-ൻ്റെയും LCM ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് നോർമൽ മെത്തേഡ് ഉപയോഗിച്ച് കാണാം. ഇവിടെ കോമൺ ആയിട്ട് 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8-ൽ 2, 10, ദെൻ ഇവിടെ 15, നെക്സ്റ്റ് വരുന്നത് 4, അടുത്തത് 5. ദെൻ നമുക്ക് 5 കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 എടുത്ത് ഇവിടെ 2, ഇവിടെയും 2, 3, 4, 1. ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1, 1, 3, 2, 1. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 4, 5, 20, 20 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 40, 40 ഇൻറ്റു 1 40, 40 ഇൻറ്റു 1 40, 40 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120, 120 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240, 240 ഇൻറ്റു 1 240. സോ അതിൻ്റെ LCM 240 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിത്തരം. 240 is the LCM of 8, 10, 15 and 16, 20. അടുത്ത ചോദ്യം, റാം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days ആൻഡ് മോഹൻ ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടുഗദർ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റാം ഒരു വർക്ക് 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതേ വർക്ക് മോഹൻ 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടും കൂടെ ഈ ഒരു വർക്ക് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4 ദിവസം, ഓപ്ഷൻ ബി 6 ദിവസം, ഓപ്ഷൻ സി 6 2/3 ദിവസം, ഓപ്ഷൻ ഡി 7 ദിവസം. രണ്ടാളായതുകൊണ്ട് നമുക്ക് നോർമൽ മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡിലൂടെ ചെയ്യാം. ഇവിടെ എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 10-ൻ്റെയും 15-ൻ്റെയും LCM 30 ആണ്. ഇവിടെ എഫിഷ്യൻസി ഇവിടെ 3 ആണ്, എഫിഷ്യൻസി 2 ആണ്. സോ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും എന്നുള്ളത് 30 ഹരിക്കണം 3 + 2 5, 30/5 എന്ന് പറഞ്ഞാൽ 6 ദിവസം. 6 ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. ഓപ്ഷൻ ബി ആണ് ശരിത്തരം, 6 days. അടുത്ത ചോദ്യം, ദ സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10%, 20% ആൻഡ് 30% ആർ ഈക്വൽ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംഗിൾ ഡിസ്കൗണ്ട്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു സാധനത്തിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. 10%, ദെൻ 20% കൊടുത്തു, അടുത്ത് 30% കൊടുത്തു. അപ്പം അങ്ങനെ പെർസെൻറ്റേജ് കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് എത്ര പെർസെൻറ്റേജിന് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 49.6%, ഓപ്ഷൻ ബി 36%, ഓപ്ഷൻ സി 40.5%, ഓപ്ഷൻ ഡി 60%. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 മെത്തേഡുകൾ ചെയ്യാം. നമുക്ക് നോർമൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ 100 ഒരു സംഖ്യ ആക്കി എടുത്തിട്ട് അതിന് 10% പോയി, ദെൻ അതിന്ന് വീണ്ടും 20% പോയി, അതിന് 30% പോയി, അങ്ങനെയും ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ലോജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സോ നമുക്ക് നോർമൽ രീതിയിൽ ചെയ്യുന്നത് ഇവിടെ 100 മൈനസ് 100 ഇൻറ്റു, ഇനി ഇവിടുത്തെ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 10% കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന് 90% ആണ്. സോ 90/100 ഇൻറ്റു, ഇനി അതൊന്നും വീണ്ടും 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുന്നത് 80% ഇൻറ്റു, ഇനി 30% ഡിസ്കൗണ്ട് എടുത്ത ബാക്കി ഉണ്ടാവുന്നത് 70%. 70/100. അപ്പം ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആൻസർ കിട്ടും. സോ നമുക്കിവിടെ 100 കട്ട് ചെയ്യാം. ഇനി ഇവിടെ 0 കട്ട് ചെയ്യേണ്ടത് 0 കട്ട് ചെയ്തു, ഇവിടെ 0 ഈ 0 കട്ട് ചെയ്തു, ഈ 0യും ഈ 0യും കട്ട് ചെയ്തു. ഇനി ഇവിടെ ഉണ്ടാകുന്നത് 100 മൈനസ് ഇവിടെ 9 ഇൻറ്റു 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 ആണ്. 72 ഇൻറ്റു 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 504 ആണ്. സോ 504/10 എന്ന് വരും. 504/10 എന്നുള്ളത് 100 മൈനസ് 50.4 എന്ന് കൊടുക്കാം. അപ്പം 100 മൈനസ് 50.4 എന്ന് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് 49.6
ആണ് ഇതിൻ്റെ എഫക്റ്റീവായിട്ട് വരുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് 100 ആക്കി നമുക്ക് എടുക്കുകയാണെങ്കിൽ 100ൽ നിന്നും 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്നത് 90 ആണ്. നെക്സ്റ്റ് 90ൽ നിന്നും അടുത്തത് 20% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അതായത് 90യുടെ 20% എന്നുണ്ടെങ്കിൽ 18 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 72 ആണ്. ഇനി 72ൻ്റെ 30% എന്ന് പറയുന്നത്, അതായത് 72ൻ്റെ 10% എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ അതിന് 30% ഞാൻ × 3 ചെയ്താൽ മതി. 3 2 6, ദെൻ 3 21, അതായത് 21.6 ആണ് 72ൻ്റെ 30%. ബാക്കി ഉണ്ടാവുന്ന ഇതിൻ്റെ 70% ആണ്. ദാറ്റ് ഈസ് 72 - 21.6 നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ ഈ 50.4 ആയിരിക്കും. 50.4 ദെൻ 100 - 50.4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 49.6%. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണ് സിമ്പിളാണെന്ന് തോന്നുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ദ ആവറേജ് ഏജ് ഓഫ് 12 ബോയ്സ് ഈസ് 10 ഇയേഴ്സ്, ഔട്ട് ഓഫ് വിച്ച് ദ ആവറേജ് ഓഫ് 11 ബോയ്സ് ഈസ് 9 ഇയേഴ്സ്. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ 12th ബോയ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 12 ആൺകുട്ടികളുടെ ആവറേജ് 10 വയസ്സായിരുന്നു. അതിൽ നിന്നും ഒരു കുട്ടി പോയപ്പോൾ 11 കുട്ടികളുടെ ആവറേജ് ഇപ്പോൾ ആയിട്ടുള്ളത് 9 വയസ്സാണ്. അങ്ങനെയെങ്കിൽ പോയ കുട്ടിയുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 33 വയസ്സ്, ഓപ്ഷൻ ബി 21 വയസ്സ്, ഓപ്ഷൻ സി 25 വയസ്സ്, ഓപ്ഷൻ ഡി 24 വയസ്സ്. അപ്പോൾ ഇത്തരത്തിൽ ആവറേജിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ നിങ്ങളത് റെഫർ ചെയ്തിട്ട് അത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. സോ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താം. അപ്പോൾ ഇവിടെ 12 ആൺകുട്ടികളായ സമയത്ത് അവരുടെ ആവറേജ് 10 ആയിരുന്നു. 11 ആൺകുട്ടികളായപ്പോൾ അവരുടെ ആവറേജ് 9 മാറി. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയ കുട്ടിയുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുക. 10 - 9 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ആദ്യത്തെ കുട്ടികളുടെ എണ്ണം 12 ആണ്. അപ്പോൾ × 12, ദാറ്റ് ഈസ് 12. ഇനി ഇതിനെ കൊണ്ട് 12നെ കൊണ്ട് ഈ പുതിയ ആവറേജ് ആഡ് ചെയ്യുക. സോ 12 + 9 പറഞ്ഞാൽ 21. അപ്പോൾ പോയ കുട്ടിയുടെ വയസ്സ് 21 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 30 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 20 മീറ്റർ, ഫൈൻഡ് ദ പെരിമീറ്റർ. ഓപ്ഷൻ എ 90 മീറ്റർ, ഓപ്ഷൻ ബി 50 മീറ്റർ, ഓപ്ഷൻ സി 100 മീറ്റർ, ഓപ്ഷൻ ഡി 80 മീറ്റർ. അപ്പോൾ സാധാരണ GDയുടെ ക്വസ്റ്റ്യനിൽ ഒരു പെരിമീറ്റർ കാണാൻ സാധാരണ ചോദിക്കാറുണ്ട്, അതായത് ചുറ്റളവ് കാണാൻ ചോദിക്കാറുണ്ട്. ഒരു റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ കാണുന്നത് P = 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. സോ 2 × ലെങ്ത് ഇവിടെ 30 ആണ്, ബ്രെഡ്ത്ത് 20 ആണ്. 30 + 20 50 ആണ്. 2 × 50 എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 100 മീറ്റർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 2197. 2197ൻ്റെ ക്യൂബ് റൂട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 11. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്യൂബ് റൂട്ട് കാണാൻ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണാൻ സാധാരണ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ കാണാൻ അല്ലെങ്കിൽ ക്യൂബ് കാണാനൊക്കെ GDയുടെ എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒന്നെങ്കിൽ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. അപ്പോൾ സംഖ്യ 2197 ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിൽ കണ്ടെത്താം. 19ൻ്റെ ക്യൂബാണെന്ന് നോക്കാൻ 9ൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 19 × 19 × 19 ആണല്ലോ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം 9 × 9 നമുക്ക് 81 ആണ് വരുന്നത്. 89 × ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 9 ആണ് വരുന്നത്. സോ ലാസ്റ്റ് ഡിജിറ്റ് 9 തന്നെ വരുള്ളൂ. അപ്പം 19ൻ്റെ ക്യൂബ് അല്ല ഇത്. നെക്സ്റ്റ് 7ൻ്റെ ചെയ്യാം. 7 × 7 × 7, 7 49 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 × 7 എന്ന് പറയുന്നത് നമുക്ക് 63 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരുന്നത്. അപ്പം ഇതുമല്ല. അടുത്തത് 13 ചെയ്യാം. 13 × 13 × 13, 3 9 ആണ്. 9 × 3 എന്ന് പറയുന്നത് 27 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. പിന്നെ 11 ആകുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ നോക്കി നമുക്ക് ആൻസർ കണ്ടെത്താം, 13 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ 3 ആക്കി ആദ്യത്തെ 3 സംഖ്യകളെ നമുക്ക് മാറ്റിയെടുക്കാം. സോ 197ഉം 2ഉം. അപ്പം 197ൽ
7 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്ന ക്യൂബിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 3 ആയിരിക്കും എപ്പോഴും. ദെൻ 2ൻ്റെ ഉള്ളിൽ വരുന്ന ക്യൂബ് 1 ആയിരിക്കും. സോ 13. അപ്പം ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ ക്യൂബ് റൂട്ട് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് കണ്ടെത്തുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ RS 18,440 at 15% പെർ ആനുവം ഫോർ 4 ഇയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 18,440 15% പലിശ വെച്ച് 4 വർഷത്തേക്ക് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കും പലിശയിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ എ 11,500, ഓപ്ഷൻ ബി 11,000, ഓപ്ഷൻ സി 12,250, ഓപ്ഷൻ ഡി 11,064. അപ്പം ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 15% ആണ്. അങ്ങനെയെങ്കിൽ 4 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 60% ആയിരിക്കും. ആദ്യത്തെ വർഷം 15, രണ്ടാമത്തെ വർഷം 30, അടുത്ത വർഷം 45%, അടുത്തത് 60%. ടോട്ടലായിട്ട് 4 വർഷത്തേക്കുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പം 18,440ൻ്റെ 60% എത്രയാണെന്ന് കണ്ടെത്തി നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 18,440ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1,844 അപ്പോൾ ഇത് 10% ആണ്. അപ്പോൾ 60% ആണ്. നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു 6. സോ 6 4 24, ശിഷ്ടം 2, 6 4 24 2 26, ശിഷ്ടം 2, 6 8 48 2 50, ശിഷ്ടം 5, 1 6 5 11. 11,064 ആയിരിക്കും 18,440ൻ്റെ 60%. സോ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 11,064 ആണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിലെ 5 ക്വസ്റ്റ്യൻസും റീസണിങ്ങിലെ 5 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.